പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നടന്നത് തീർത്തും അനധികൃത നിർമ്മാണമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനിഷ പറഞ്ഞു. മണ്ണടിഞ്ഞ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് അവർ ഇക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജിയോളജി വകുപ്പ് പാറ പൊട്ടിക്കുന്നതിന് നൽകിയിരുന്ന അനുമതി ജൂൺ 19 അവസാനിച്ചതായും നഗരസഭ നൽകിയ മണ്ണെടുക്കാനുള്ള അനുമതി ജൂൺ 20 കാലഹരണപ്പെട്ടതായും ചെയർപേഴ്സൺ അറിയിച്ചു. മലപ്പുറം ചെട്ടിപ്പടി സ്വദേശിയായ നൌഫൽ കടക്കാടനാണ് നിർമ്മാണം നടത്തിയതെന്നും സംഭവത്തിൽ നിയമാനുസൃതമായ കർശന നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. ഞാനിപ്പോൾ വെരിഫൈ ചെയ്തു. ജിയോളജിയിൽ ജൂൺ മാസത്തിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ജൂൺ 19 ജിയോളജിയുടെ കാലാവധി തീർന്നു. മുനിസിപ്പാലിറ്റിയുടെ കാലാവധി 20 ജൂൺ 20 അത് തീർന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ പെർമിഷൻ ഇല്ല. പെർമിറ്റ് കൊടുത്തതല്ല പറയണത്. ഞാൻ പറയുന്നത് മണ്ണെടുക്കാനുള്ള പെർമിഷന്റെ കാലാവധി ജൂൺ മാസത്തിൽ ജിയോളജിയുടെ തീർന്നിട്ടുണ്ട്, നഗരസഭയുടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ആസ് ഓഫ് നൗ അങ്ങനെ ഒരു പെർമിഷൻ ഇല്ല, അനുമതി ഇല്ല. തീർച്ചയായിട്ടും എങ്ങനെ തന്നെ അല്ല, ജൂൺ വരെ ആയിരുന്നു ഇതിന് പെർമിഷൻ കൊടുത്തത്. അത് കാലാവധി പിന്നെ പുതുക്കി റിന്യൂ ചെയ്തിട്ടില്ല. പക്ഷേ ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് പെർമിറ്റ് അതിന്റെ ഉദ്യോഗസ്ഥരെടുത്ത് ഇവർ കാര്യം അതിന്റെ നോംസ് ഒക്കെ പാലിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ മണ്ണെടുക്കാനും പെർമിഷൻ ഇപ്പൊ ഇതില്ല. അതെ, നേരത്തെ അനുമതി കൊടുത്തോണ്ടാണല്ലോ കാലാവധി തീർന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇത് നമ്മൾ ആരാണോ എന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളതാണോ അൺഓതറൈസ്ഡ് ആണ്. അപ്പോൾ അവർക്കെതിരെ നടപടി എടുക്കുക. നിർമ്മാണത്തിന് നൽകിയ ലൈസൻസ് റദ്ദാക്കാൻ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സംഭവത്തിൽ ആരെയും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും റിനിഷ വ്യക്തമാക്കി. നേരത്തെ ഇവിടെ ഈ മണ്ണിടിച്ചിലിന്റെ സാധ്യത ഉണ്ടായിരുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു പണി ഇവിടെ നടക്കുന്നുണ്ട്, നിർമ്മാണം നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയത് നമ്മളോട് പെർമിഷൻ എടുത്തിട്ടല്ല ഇവർ കാണിച്ചു വെച്ചിട്ടുള്ളത്. അവർക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ട് നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അവരുടെ ലൈസൻസ്, ഇനി ബിൽഡിംഗ് പെർമിറ്റ് ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനാണ് നഗരസഭയുടെ. എന്തായാലും ജനങ്ങൾക്ക് പ്രയാസമൊന്നും ചെയ്യില്ല. ഇപ്പോൾ നിലവിൽ ദൈവം സഹായിച്ചിട്ട് ഒരു ആപത്തും ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മൾ ആളുകളെ സേഫ് ആയിട്ട് എത്തിച്ചിട്ടുണ്ട്. പാണക്കാട് ഹൈസ്കൂളിൽ ക്യാമ്പ് 75ഓളം ആളുകൾ അവിടെ ഉണ്ട്. അവരെല്ലാം സേഫാണ്. ഇനി ഇവിടെ ഇഷ്യൂസ് ഒന്നും ഇപ്പോൾ ആളപായങ്ങളൊന്നുമില്ല. എന്നാലും നമ്മളിവിടെ അലേർട്ടായിട്ടാണ് ഇരിക്കുന്നത്. മുഴുവൻ ടീമും ഇവിടെ അലേർട്ടാണ്. തൊട്ടപ്പുറത്തൊരു പമ്പിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് ഇപ്പൊ പമ്പിന്റെ മാത്രമല്ല, ഈ വീടുകളൊക്കെ അങ്ങനെയാണെങ്കിൽ അപകടാവസ്ഥയിലാണല്ലോ. അതിന് ചുറ്റും ഈ പരിസരം മൊത്തം അങ്ങനെയാണല്ലോ. അതിപ്പോൾ ഇത് എടുത്തോണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റില്ലേ. നമ്മൾ അതിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പിൻ്റേത്, അതുപോലെ തന്നെ നഗരസഭയുടെ ഒരു ഹെൽത്ത് സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തങ്ങൾ കുടുംബം സൗജന്യമായിട്ട് തന്ന സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഒന്നും ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഏരിയയിലാണ് ഈ നൗഫൽ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ചെയ്തിടത്താണ് ഇപ്പോൾ പ്രശ്നം കാണുന്നത്. അവർക്ക് ശക്തമായിട്ട് നടപടി എടുക്കാൻ നഗരസഭ ഒരുക്കുകയാണ്. അത്രേ ഉള്ളൂ. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.